കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടുകൂടി അനന്തപുരിയിൽ വളരെ ആഘോഷമാണ് കേട്ടോ. എല്ലാവരും സന്തോഷത്തിലാണ്. എന്നാൽ ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ട് ദേവയാനിയും ആദർശും മൂർത്തി സാറും എല്ലാവരും നെട്ടുന്നുണ്ട്. കാരണം ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഈ കുഞ്ഞിനെ ഒന്നല്ലെങ്കിൽ അബോർഷൻ ചെയ്ത് അഴിക്കണം, പ്രസവത്തിൽ അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഭ്രൂണം വളരുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ അബോർഷൻ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇനിയും നയനക്ക് കുഞ്ഞിനെ ഗർഭം ധരിക്കാലോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ നയന അതിനൊരിക്കലും തന്നെ ഈ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ കളയാൻ സമ്മതിക്കില്ല. കാരണം ഈ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി എൻ്റെ അമ്മായിയമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും, എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ, അങ്ങനത്തെ ഒരു നിലപാടിലാണ് കേട്ടോ നയന. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എപ്പിസോഡായിട്ടാണ് കേട്ടോ ഞാൻ ഈ റിവ്യൂ പറയുന്നത്. അങ്ങനെ നയനയുടെ തീരുമാനം കേട്ട് ആദർശും ദേവിയാനൊക്കെ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. മോളെ, നീ ഇല്ലാതെ ഒരിക്കലും എൻ്റെ മോൻക്കാവില്ല. നീ ഇങ്ങനെ തീരുമാനം എടുക്കരുത്. ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയാം. അടുത്തൊരു കുഞ്ഞു നിങ്ങൾക്കുണ്ടാവുമല്ലോ. പിന്നെന്തിനാ മോളെ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? എൻ്റെ അമ്മ, എനിക്ക് കുഞ്ഞിനെ വേണം. എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ കുഞ്ഞായിരിക്കണം ഇനി ഈ വീട്ടിൽ വളരേണ്ടത്. ഞാൻ ഇത്രയും കാലം ജീവിച്ചില്ലേ? ആ കുഞ്ഞെന്ത് പിഴച്ചു? ഈ ഭൂമി കണ്ടിട്ട് പോലുമില്ലാത്ത ആ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിയ ദൈവം എന്നോട് പൊറുക്കില്ല എന്ന തീരുമാനാട്ടോ നയനക്ക്. അങ്ങനെ നൈന 10 മാസം തികഞ്ഞു. പ്രസവത്തിനായിട്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം വളരെ പേടിയോടെയാണ് ആദർശ് നിൽക്കുന്നത്. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരുതെന്ന്. അങ്ങനെ നൈനയാണെങ്കിലോ ആദർശിനോടൊക്കെ യാത്ര പറഞ്ഞു അവൾ പോകുന്നുണ്ടാവും. അതിനു മുമ്പേ അവൾ തൻ്റെ കുഞ്ഞിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിലാക്കിയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നൈനയുടെ സിസേറിയൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നെഞ്ചിടിപ്പോടു കൂടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആദർശ് നൈനയ്ക്ക് ഒരു കുഞ്ഞു പിറന്ന് ഒരു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടെ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നുണ്ട്. എന്നാൽ ആദർശ് ആ സമയം ഡോക്ടറോടൊക്കെ ചോദിച്ചത് നൈന എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനായിട്ടില്ല, അകത്തുണ്ടെന്ന് പറഞ്ഞ് അവർ പോവാണ്. ഈ സമയം ആകെ രക്തത്തിൽ കുളിച്ച് വളരെ ബ്ലീഡിങ് ആയിക്കൊണ്ട് തന്നെ നൈനയുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആദർശേട്ടനെ ഒന്ന് കാണണം എന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആദർശ് അവിടേക്ക് പോകുമ്പോൾ, ആദർശേട്ടാ, നമ്മുടെ കുഞ്ഞിനെ കണ്ടോ? എന്ത് പേരിട്ട് വിളിക്കും ആദർശേട്ടൻ? ഞാനൊരു പേര് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് തന്നെ അവളെ വിളിക്കണം എന്നവൾ പറയുമ്പോൾ, എന്താ നൈന, നീ വന്നിട്ട് പറഞ്ഞു തന്നാൽ മതി. അതിന് ഇനി അധിക നേരം എനിക്ക് ആയുസുണ്ടോ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ആദ്യമേ ആദർശേട്ടനോട് പറഞ്ഞത്. നീ ഒന്നും മിണ്ടേണ്ട, നീയും കുഞ്ഞിനും ഒരു കുഴപ്പം വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ദൈവങ്ങളൊന്നും വിശ്വസിക്കില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാലെന്ന് പറയുമ്പോൾ, ആദർശേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട, നമ്മുടെ മോളെ നന്നായിട്ട് നോക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. ആദർശേട്ടന് സന്തോഷമായില്ലേ? എനിക്ക് മോളെ ഒന്ന് കാണോ? ആദർശേട്ടൻ മോളെ എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിക്കാൻ. അങ്ങനെ ആദർശും ദേവിയാനിയും കൂടി മോളെയും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോളെ ആദ്യം ഞാനൊന്ന് പാല് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർമാരോട്, ഡോക്ടർ നൈന പാല് കൊടുത്തോട്ടെ മോൾക്കെന്ന് പറയുമ്പോൾ, അതിന് നൈനയ്ക്ക് എണ്ണീറ്റിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാണ്. എന്തായാലും നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അങ്ങനെ ആദ്യമായിട്ട് ആ കുഞ്ഞ് അമ്മയുടെ പാല് കുടിക്കുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് തടസ്സം അനുഭവിക്കാൻ കേട്ടോ നൈനയ്ക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. അങ്ങനെ കുഞ്ഞുമായിട്ട് പുറത്ത് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ സമയം ആദർശാണെങ്കിലോ നൈന എന്നൊക്കെ വിളിച്ച് കരയുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും പുറത്ത് നിൽക്കാൻ പറയാണ്. അപ്പോഴേക്കും ബ്ലീഡിങ് നിൽക്കാതെ ബ്ലീഡിങ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ചെയ്തെങ്കിലും നൈനയെ രക്ഷിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. നൈന മരണത്തിന് കീഴടങ്ങാണ്. ആ കുഞ്ഞ് അമ്മയില്ലാതെയാവുകയാണ് കേട്ടോ. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആണ് ആദർശും അനന്തപുരി തന്നെ ഈ ഒരു പഴയ ലെവലിലേക്ക് എത്തിയത്. നൈനയില്ലെന്ന് ആർക്കും തന്നെ വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ ആ കുഞ്ഞിന് ഒരു 5 വയസ്സാവുമ്പോഴേക്കും എഴുത്തും വായനയൊക്കെ പഠിക്കുമ്പോഴേക്കും അമ്മയുടെ ആ ഡയറി എടുത്ത് അത് വായിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ ആ ഒരു കഥയാണ് കേട്ടോ കാണിക്കുന്നത്. നൈനയുടെ കുഞ്ഞിൻ്റെ കഥയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അങ്ങനെ മുത്തശ്ശി ആയ ദേവയാനി അവളോട് പറയും, മോളെ, നീ നിൻ്റെ അമ്മയെ പോലെ ആയിരിക്കണം. എല്ലാവർക്കും പ്രകാശം നൽകി എല്ലാവർക്കും നന്മ നൽകി നൽകുന്ന ഒരമ്മയായിരുന്നു മോളുടേത്. ഈ മുത്തശ്ശി പോലും ആദ്യം അവളെ വെറുത്തിരുന്നു. പിന്നെ അവളുടെ നന്മ അറിഞ്ഞപ്പോഴേക്കും അവൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. അവളെ ഒന്ന് സ്നേഹിക്കാൻ പോലും സമയം എനിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് ആ കുഞ്ഞുമോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നൈനയെ പോലെ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയായിരിക്കും. ആദർശാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും കേട്ടോ. ആദർശിൻ്റെ മൂഡ് അപ്പോഴും ശരിയായിട്ടുണ്ടാവില്ല. നൈന ഇല്ലാത്ത ലോകത്തോട് പൊരുത്തപ്പെടാൻ അവൻ
അവൻ്റെ മനസ്സ് ഒരുപാട് ടൈം എടുത്തെന്ന് മനസ്സിലാവും. അവൻ്റെ അവസ്ഥ കാണുമ്പോൾ ജ്വല്ലറിയിൽ പോവാനോ ഒരു കാര്യത്തിനും അവനക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവരായി തീർന്നിട്ടുണ്ട്. എപ്പോഴും റൂമിൽ കതകടച്ച് നെയ്നോട് ഫോട്ടോക്ക് മുമ്പിലിരുന്ന് അവളോട് സംസാരിക്കലായിരിക്കും അവൻ്റെ പണി. ഈ സമയം മോൾ അങ്ങോട്ട് വന്നിട്ട് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മോളെയും ചേർത്ത് ദേ നമ്മുടെ മോൾക്ക് 5 വയസ്സായി, ഇന്നവളുടെ പിറന്നാളാണ്. ഇന്നും നീ ഞങ്ങളുടെ സ്വപ്നത്തിൽ വരില്ലേ, ഞങ്ങൾക്ക് നിൻ്റെ അരികിലേക്ക് വരാൻ കൊതിയായി എന്ന് പറയുമ്പോൾ ഫോട്ടോയിൽ ഇരുന്ന് നയന പറയുന്ന പോലെ തോന്നും. ആദർശേട്ടാ എന്താ ഈ പറയുന്നത്, നിങ്ങളും മോളും ഒരുപാട് കാലം ജീവിക്കണം. പിന്നെ ദേ ആദർശേട്ടാ എന്നെ ഓർത്തിങ്ങനെ ജീവിതം കഴിയാതെ, ആദർശന് ചെറുപ്പാണ്, അതുകൊണ്ട് നമ്മുടെ മോൾക്ക് പറ്റിയ ഒരമ്മയെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആദർശിനോട് ഫോട്ടോയിൽ ഇരുന്ന് നയന പറയാൻ. ഇത് കേട്ട ആദർശ് പറയും, ഇല്ല നയന, അത് മാത്രം ഒരിക്കലും നടക്കില്ല. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ എനിക്കിനി കിട്ടില്ല, ആരെയും എനിക്ക് സ്നേഹിക്കാനും ആവില്ല. എൻ്റെ മോളുടെ അമ്മയായിട്ട് മറ്റൊരാളെ എനിക്ക് കാണാനും കഴിയില്ല. അതുകൊണ്ട് ഞാനും മോളും മാത്രം മതി, ഞങ്ങളുടെ ലോകത്ത് മറ്റാരും വേണ്ട എന്ന് നയനയോട് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് വന്ന ദേവയാനി പറയുന്നുണ്ട്, മോനെ എന്തൊക്കെയാ നീ പറയുന്നത്, മോളെ നീ അപ്പുറത്ത് പോയി കളിക്കട്ട, അമ്മാമ്മ ഇപ്പം വരാ എന്ന് പറയാണ്. അങ്ങനെ ആ കുഞ്ഞു നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. മോനെ എന്തൊക്കെയാ നീ പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ ഒരാളും കൂടെ വേണ്ടേ, ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതം കഴിയണവരെ നിനക്ക് ഒരു ജീവിതമില്ലാതായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് എങ്ങനെ സമാധാനത്തോടെ കണ്ണടക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിന്നോട് പറയുന്നത്, നീ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, നമ്മുടെ നിർണയ മോളുടെ അമ്മയായിട്ട് തന്നെ നീ വിവാഹം കഴിക്കണം. നിർണയ എന്നായിരിക്കും ആ കുഞ്ഞിൻ്റെ പേര്. അപ്പോൾ അവളുടെ അമ്മയായിട്ട് നമ്മുടെ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരണം. അമ്മേ ഒരിക്കലും അവൾ സ്വന്തം അമ്മയാവില്ലല്ലോ, എൻ്റെ നേനയ്ക്ക് പകരം വെക്കാൻ മറ്റാൾക്കും കഴിയില്ല, അതൊക്കെ ഈ അമ്മക്കറിയാം. പക്ഷേ നീ ഇങ്ങനെ ഒറ്റത്തടിയായി ജീവിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് സഹിക്കുന്നില്ല. അമ്മ എൻ്റെ ഈ ലോകത്ത് എൻ്റെ മോള് മാത്രം മതി, അവൾക്ക് വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നതെല്ലാം ആ കുഞ്ഞിനെ സംബന്ധിച്ച കഥയാണ് കേട്ടോ. നയനയെ പോലെ തന്നെ നയന മരിച്ചെങ്കിലും പിന്നെ ആ കുഞ്ഞായിട്ട് അഭിനയിക്കാൻ നയന തന്നെയായിട്ടാണ് വരുന്നത്. നയന കുറച്ച് ചെറുപ്പമായിട്ട് ജീൻസും ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അവിടെ കാണിക്കുന്ന അവളുടെ കഥയാണ് കേട്ടോ. ഈ സമയത്തും അവളെ ഇല്ലാതാക്കാനും സകല സ്വത്തുക്കളും ആദർശിൻ്റെ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിൻ്റെ പേരിലായിരിക്കും. അങ്ങനെ അവളെ ഇല്ലാതാക്കാൻ കുറച്ച് ശത്രുക്കളും അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു കഥയിലൂടെയാണ് പോകുന്നത്. നയന മരിക്കുന്നുണ്ട്. ഈ നന്മമരം മരിച്ചു കഴിയുമ്പോഴാണ് ദേവയാനിക്ക് അവളുടെ വിലയും ആദർശും തൻ്റെ ഭാര്യയുടെ സ്നേഹവും അവൾക്ക് മനസ്സിലാക്കി തുടങ്ങുന്നു കേട്ടോ. കാരണം ആദർശിന് അവളില്ലാതെ പറ്റില്ല, ഒരു ഭ്രാന്ത് അവസ്ഥയിൽ തന്നെ ആയിരിക്കും ആദർശ്. കുറച്ച് കഴിയുമ്പോഴാണ് ആദർശ് ശരിയായ മാനസിക നിലയൊക്കെ തെറ്റി മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആദർശ് പഴയ പടിയൊക്കെ ആയി വരുന്നത്. അങ്ങനെയുള്ള കഥയിലാണ് കേട്ടോ. ഇതിൻ്റെ മറ്റൊരു റീമേക്ക് സ്റ്റോറിയിലൊക്കെ ഹിന്ദിയിലല്ല കേട്ടോ, വേറൊരു തെലുങ്കിൽ ഇതുപോലെ കേട്ടോ കഥ വന്നിട്ടുള്ളത്. അതിന് ബേസ് ചെയ്തിട്ടോ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കാണും, എന്നാലും കഥ ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.